ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിരങ്ങ വെച്ചിട്ട് ഒരു പുതിയ റെസിപ്പി പരീക്ഷിച്ചിട്ടോ, അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചോറൊന്നും ഇല്ലാതെ തനിച്ച് കഴിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ എരിവ് ചേർക്കാത്തത്. പിന്നെ സവാള അരിഞ്ഞതും അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചിരങ്ങ ആഡ് ചെയ്യാം. അതിനു മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മാത്രം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളൊന്ന് വഴറ്റിയതിന് ശേഷം ചിരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ഥിരമായിട്ട് തേങ്ങ ചേർത്തിട്ട് ഇവിടെ തോരന് പോലെയാണ് ഉണ്ടാക്കാറുള്ളത്. വിട്ട് നിൽക്കൊന്നുമില്ല. കുറച്ചൊരു ചിരങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു നനവുള്ള പോലെയാണ് ഉണ്ടാവൽ. അപ്പോൾ അതുകൊണ്ടൊന്ന് മെഴുക്ക് പുരട്ടി ആദ്യമായിട്ട് പരീക്ഷിച്ചതാണ്. അപ്പോൾ അത് വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുകയാണ്. വെന്ത് വരുമ്പം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേവായി വരുമ്പോൾ ഇതൊന്ന് ചുരുങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ സാധാരണ വഴുതനങ്ങ അല്ലെങ്കിൽ കയ്പ, വെണ്ട ഒക്കെ വെച്ചിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. വെന്ത് വരുമ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും മുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ചധികം എരിവും ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ തനിച്ച് കഴിക്കാനാണെങ്കിൽ പിന്നെ കുറഞ്ഞ അളവിൽ ഉപ്പും എരിവൊക്കെ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കി വരുമ്പം ഈ ഒരു പാനിൻ്റെ റിവ്യൂ കൂടി പറയാം കേട്ടോ. ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ഈ ഒരു പാൻ അടിപൊളിയാണ്, അടിക്ക് പിടിക്കുകയൊന്നുമില്ല. ആദ്യം തന്നെ നന്നായി ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അത്ര ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഫുൾ നോൺ സ്റ്റിക്കിൻ്റെ എഫക്റ്റ് ചെയ്യില്ലെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്റ്റൈലിൻ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.